നമസ്കാരം. ഇന്നൊരിടം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. കാന്താരി ഫാമിലി റെസ്റ്റോറൻറ്റ്. പേര് പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അധിക കാലമായിട്ടില്ല. ഈവനിങ്ങിൽ ഞങ്ങൾ ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ വെറുതെ ഒന്നിവിടെ കയറാം, തുടങ്ങിയ ശേഷം നമ്മളിവിടെ വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഒന്നിവിടെ കയറാമെന്ന് കരുതി ഞങ്ങൾ പതിയെ വന്നു. നല്ല രസമാണ്. അതിൻ്റെ ചുറ്റുപാടുകളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഓരോ കൺസ്ട്രക്ഷനും ഒക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കല്ലിൽ പാറക്കെട്ടുകൾ അടുക്കി വെച്ച പോലെ ഒരു ആർച്ച് നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ, അവിടെ നമ്മൾ ഇറങ്ങി കുറച്ച് മുന്നോട്ട് വരുമ്പം താഴെയായിട്ടാണ് റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. അവിടുത്തുകാരാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു ഇതിൻ്റെ നിർമ്മാണവും ഇത് ചെയ്തിരിക്കുന്നതും ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമായിട്ട് തോന്നി. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കാടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന അതേ അവസ്ഥ. അതിൻ്റെ ഉള്ളിൽ മരങ്ങളൊക്കെ അവർ പണിത് വെച്ചിരിക്കുന്നത് ഭയങ്കര നാച്ചുറലായിട്ട് നമുക്ക് തോന്നും. എന്ത് രസമാണെന്നറിയോ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളെല്ലാം ഇരുന്നു. അപ്പോൾ അതേപോലെ തന്നെ പറയാതിരിക്കാൻ പറ്റില്ല, അവരുടെ കസ്റ്റമർ ഡീലിങ്സ് ഭയങ്കര സൂപ്പറാണ്. നമുക്ക് വേണ്ടതെല്ലാം കറക്റ്റായിട്ട്, അവർക്ക് ലാംഗ്വേജ് അറിയത്തില്ല, പക്ഷേ അവർ ഇംഗ്ലീഷിൽ നമ്മളോട് നല്ല രീതിയിൽ അത് കൺവേ ചെയ്യുന്നുണ്ട്. അത്ര കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ഡീല് ചെയ്യുന്നത്. ഞാൻ പിന്നെ അവിടുത്തെ മരങ്ങൾ ഉള്ളിൽ നിൽക്കുന്നതും ഒക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷ എന്താ പറയുക, ഒരു അതിശയമായിട്ട് തോന്നി. അത്ര രസമായിട്ടാണ് അവർ അതിനകത്തത് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മളൊരു ഗുഹയുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ഒരു പ്രതീതി. ഇതിനുള്ളിൽ വേറെ നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഇതൊരു തികച്ചൊരു വ്യത്യസ്തമായിട്ട് തോന്നി. പിന്നെ മൂന്നാറിൽ കുറേ അധികം റെസ്റ്റോറൻറ്റുകളുണ്ട്, പക്ഷേ ഇപ്പോൾ ഓരോന്നും പുതിയത് വരുന്നതും വ്യത്യസ്തമായി അവരെന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആകാം കാന്താരി. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ ഏലമാണ്. ഏലം കാപ്പിയൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടു. പിന്നെ അതിൽ കുറേ നല്ല ചിത്രങ്ങൾ അവർ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഫുഡ് പാൽക്കപ്പ, ഗോബി മഞ്ചൂരി. ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അത് രണ്ടും ഞാൻ ഓർഡർ ചെയ്തുള്ളൂ. ബാക്കി അവരെല്ലാം ചിക്കൻ, കപ്പ, പിടി, അതേപോലെ പൊറോട്ട, പിന്നെന്താ ചിക്കൻ ലോലിപോപ്പ് ഒക്കെ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അതേപോലെ എനിക്ക് പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും ഇല്ല. എനിക്കിഷ്ടമുള്ള അതിലെനിക്ക് പ്രിയമെന്ന് തോന്നിയത് മാത്രം ഞാനതെടുത്തു. ബാക്കി എല്ലാവർക്കും കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഭയങ്കര ടേസ്റ്റി ഫുഡാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഞാൻ അത് കഴിച്ചു. പാൽക്കപ്പയൊക്കെ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ്, ഭയങ്കര രസമുണ്ടായിരുന്നു. അതേപോലെ എല്ലാത്തിലും നല്ല എരിവുണ്ട്. എരിവെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സിഗ്നേച്ചറാണെന്ന് പറയാം. കാന്താരി, ആ പേര് പോലെ തന്നെ എല്ലാത്തിലും ഒരു കാന്താരി ഉണ്ട്. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിക്കൻ ലോലിപോപ്പ് എത്തിയിട്ടുണ്ട്. ഞാനത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് തന്നെ. ഞാൻ കഴിക്കത്തുമില്ല, പക്ഷേ ചിക്കൻ ലോലിപോപ്പ് എന്ന് കേട്ടപ്പോൾ ഞാനിതെങ്ങനെ ഇരിക്കുമെന്ന് ഓർത്തു. പക്ഷേ ഭയങ്കര രസമുണ്ട് അതിരിക്കുന്നതാണ്. കുട്ടികളുടെ ലോലിപോപ്പ് പോലെ തന്നെ, അത് മിഠായി ഇല്ലേ അതേപോലെ തന്നെ ഇരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും വയറ് നിറയെ ഫുഡെല്ലാം കഴിച്ചിട്ട് അപ്പോൾ ചിക്കൻ ലോലിപോപ്പ് അവർ ലാസ്റ്റ് കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം എരിവ് എല്ലാത്തിലും നല്ല എരിവ് ഐറ്റംസ് എല്ലാത്തിലും അവർ കാന്താരിയുടെ ആയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഫുഡ്. നമ്മൾ ഈ അടുത്തിടെ അവിടെ കഴിച്ച ഫുഡിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നി. ഞങ്ങളെല്ലാവരും സംതൃപ്തരായിരുന്നു ഫുഡ് കഴിച്ചിട്ട്. പിന്നെ അവിടെ ചായ കാപ്പിയൊന്നും അവിടെ കിട്ടില്ല. ഞങ്ങൾക്ക് അതാണ് അവിടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. ചായ കാപ്പി അവിടെ ഇല്ല. പിന്നെ അത് ടോഡി ഷോപ്പോട് കൂടിയിട്ടാണ്. അത് ഈ റെസ്റ്റോറൻറ്റിനോട് ചേർന്നല്ല, മാറിയാണ്. അതിനോട് ചേർന്ന് തന്നെ അവരുടെ ഒരു സ്പൈസസ് ഷോപ്പ് കൂടെ അവിടെയുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കയറി തിരിച്ച് കയറി വന്നു. വീണ്ടും ഞങ്ങൾ പുറത്തെ കാഴ്ചയൊക്കെ ഒന്നുകൂടെ നോക്കി. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലൊരു ബോട്ട് പണിത് വെച്ചിട്ടുണ്ട്, ഒരു വള്ളം. ഭയങ്കര രസമായിട്ട് ആണ്. നമുക്കൊരു പാർക്കിൻ്റെ ഒക്കെ ഉള്ളിൽ പോയ ഒരു പ്രതീതിയാണ്. ഭയങ്കര രസമായിട്ടൊരു ബോട്ട് പണിത് വെച്ചിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ ഉള്ളിലൊക്കെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോ പിടിച്ചു. എന്തായാലും ഒരു വേറിട്ട അനുഭവമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കിവിടെ ഓഫീസിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ടീം ഭയങ്കര എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ടീമാണ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ. അപ്പം ഞങ്ങളെല്ലാവരും
വീണ്ടും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് അവിടെയുള്ള വീഡിയോ ഒക്കെ കുറച്ച് പിടിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളിലാണ്. എല്ലാവരും പല ദിശകളിലേക്ക് പോകേണ്ടവരായതുകൊണ്ട് ഓരോരുത്തരും ഓരോ വണ്ടികളിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ബോർഡ് കാണിച്ചു തരാം. കാന്താരി ശംഖുപ്പടിയിലാണ്, ആനച്ചാലിന് അടിമാലി മൂന്നാർ റൂട്ടിൽ ആനച്ചാലിന് ഇപ്പുറം ശംഖുപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് കാന്താരി ഫാമിലി റെസ്റ്റോറൻറ്റ്. നല്ലൊരു അനുഭവമായിരുന്നു. നിങ്ങളും വരിക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക്